ഹലോ എവരി വൺ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ജേണിയാണ് കേട്ടോ. എൻ്റെ ടോക്ക് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അത്യാവശ്യം യൂട്യൂബ് സബ്സ്ക്രൈബറൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന്. ബട്ട് അല്ല, 161 സബ്സ്ക്രൈബറുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഞാൻ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിലോട്ട് എങ്ങനെ എത്തി, എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റ്, അതേപോലെ തന്നെ എന്ത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാനൊരു ഏകദേശം 2022 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുക മീൻസ് നമ്മൾ നോർമലി യൂട്യൂബിലൊക്കെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുമല്ലോ. 2022 ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനൊരു 2025 ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് എന്ന് പറയുമ്പോൾ 2025 ആയപ്പോഴേക്കും നമുക്ക് ഫോണിൻ്റെ ക്ലിയർ, അതേപോലെ തന്നെ കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് വേണമെന്നായി. അതേപോലെ തന്നെ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതിന് മുന്നേയൊക്കെ ചെയ്ത യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ചെറിയ ഫോണൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ എത്തിയ സമയത്ത് യൂട്യൂബിൻ്റെ കണ്ടൻറ്റും ക്വാളിറ്റിയും ക്ലിയറും കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും പുതിയ ഫോണ് വേണം എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ യൂട്യൂബിലെ വീഡിയോസുള്ള കാര്യങ്ങളൊക്കെ അത് ഡൗൺ ആക്കി വെച്ചു. ഒരു ഫോണൊക്കെ കിട്ടിയിട്ട് എന്നിട്ടൊക്കെ തുടങ്ങാമെന്നുള്ള രീതിയിലായി. പിന്നെ മടി എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്തതിനാൽ തന്നെ ഓരോ കണ്ടൻറ്റും മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫോണില്ല, ക്ലിയർ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് ഇതുവരെ എത്തി 61. കറൻ്റ്ലി ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 161 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എനിക്കിത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ വന്നത് മെയിനായിട്ട് പണിക്ക് പോകാണ്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു തോട്ടിലാണ്. ഓക്കെ, ഞാൻ പണിക്ക് പോവാതെ ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കിതൊന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ അറിയാം. ബട്ട് നമ്മളൊന്നും ഇഷ്ടമില്ലാണ്ട് വേറൊരു ജോലി ചെയ്ത് കുറേ കാലം വെറുതെ അതിൻ്റെ വൈത്താരം നടന്ന് ക്യാഷ് ഉണ്ടാവും, പക്ഷേ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ പൈസ ഉണ്ടാക്കാൻ അത്യാവശ്യം ഇയേഴ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വേറെ ജോബിന് പോകും. ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം. ബട്ട് മടി എന്നൊരു സാധനം കൊടുപ്പിറപ്പായിട്ടുള്ളതുകൊണ്ട് എന്നും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്നും വീഡിയോസ് ഇടാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇൻസ്പിറേഷൻ എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞു, നമുക്ക് വർക്കിന് പോകാണ്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ തോട്ട്. പക്ഷെ എനിക്കിത് ഫോണില്ലാതെ ഫസ്റ്റ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് മനസ്സിലായി ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല, അതുപോലെ തന്നെ കണ്ടൻറ്റ് ഇല്ല. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതൊന്ന് ക്വിറ്റ് ചെയ്തു. പ്രോപ്പറായിട്ടൊരു കണ്ടൻറ്റ് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു മെയിൻ റീസൺ വേണം. ഞാൻ വിചാരിച്ചു ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഇതിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന്. പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല, ക്രാഫ്റ്റിനും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പാഷനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ലെങ്ത്ത് വന്ന് അത് കട്ട് ചെയ്ത് ഭയങ്കര പണിയാണ്. അപ്പോൾ വിചാരിച്ച് ഈ ബ്ലാ 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 പറയാതെ അതിൻ്റെ ഒരു എന്താ പറയുക, തുടക്കമായിട്ടാണ് ഞാനിങ്ങനെ ഒരു മോഡ് വോയിസിൽ വന്നിങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോവാം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നത്. ഇത് ചിലപ്പോൾ മിസ്റ്റേക്ക് കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഈ സംസാരം കുറച്ച് ലാഗായിട്ടും നിങ്ങൾക്ക് തോന്നാം, പറയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ, നിങ്ങളാരും കേൾക്കുന്നില്ലേ, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നു, നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാൻ എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. അതായത് നമുക്കിഷ്ടമില്ലാത്തൊരു ജോബിന് പോയി അവിടുന്ന് അവരുടെ ആളുകളുടെ മാനേജേഴ്സിൻ്റെ മേലുള്ള ആളുകളുടെയൊക്കെ വായിലിരിക്കുന്നത് ഫുള്ള് കേട്ട് ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു ഫീലായിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വർക്കിന് പോകുന്ന സമയത്ത്. ആ സമയം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാപ്പിനെസ് കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നാളേക്ക് വെക്കാണ്ടേ, അതായത് എന്നെപ്പോലെ നാളേക്ക് വെക്കാണ്ടേ വേഗം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല, ഡെയിലി നിങ്ങൾ എന്താണോ ചെയ്യണത്. ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരിടില്ലേ, അവർ രാവിലെ എണീച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇടാം. അത് കറക്റ്റ് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഓരോ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം ഞാനീ 160 സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കിയത് എന്നും കണ്ടന്റ് ഇട്ടിട്ടൊന്നുമല്ല. മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു 3-4
സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് 160 സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ ഇടവിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് വിചാരിച്ചതിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് നെഗറ്റീവ് പഠിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നെഗറ്റീവ് പഠിക്കാൻ മീൻസ് ഇപ്പോൾ നമ്മൾ 1-2 വീഡിയോസൊക്കെ ഇടുമ്പോൾ തെറ്റി പളിസൈ മൂഞ്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പറയും, ഓ ഇതൊക്കെ എന്തിനാ വെറുതെ ഇടുന്നേ, കാര്യം എന്താ. നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. തളരരുത്. നെഗറ്റീവ് കേട്ട് നമ്മൾ തളരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൽ നമുക്ക് ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ളവർ പറഞ്ഞോട്ട് മെയിൻ ചെയ്യാൻ നിൽക്കണ്ട, ആ ഒരു മൈൻഡിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. അതല്ല ബാക്കിയുള്ളവർ നെഗറ്റീവൊക്കെ പറഞ്ഞാൽ അതൊക്കെ നോക്കി ഓക്കെ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂഞ്ചിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.